ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിരിക്കുക. ആ സമയത്ത് അലീനയ്ക്ക് അതൊക്കെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഇതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴേക്ക് അതിൽ കണ്ടില്ലേ ഒരു പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് വിള്ളൽ വീഴല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം, പച്ചക്കറികളാകുമ്പോൾ അങ്ങനെ വിള്ളൽ വീഴുമല്ലോ, അതിന് എടുത്തു കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയണം. ആഹാ, അതേതായാലും കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ ദാ വരുന്നടാ ജോലിക്കാരി. അപ്പോൾ ജോലിക്കാരി ജോസേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ദേ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്തോളൂ എന്നൊക്കെ പറയുക. അപ്പോൾ ഈ ജോലിക്കാരിയാണെങ്കിൽ സഞ്ചി ഈ പച്ചക്കറികളിട്ടൊന്ന് അറയ്ക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജോലിക്കാരി ഈ അലീനയെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീനെ തുറിച്ച് നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കാരി പേടിച്ചു പോയി. അപ്പോൾ ജോലിക്കാരി എടുത്ത് വായിക്കും, അതേ ഇത് ഞങ്ങളുടെ വീട്ടിലെ ആടിനെ കൊടുക്കാനാണേ, അവൻ ഇതെല്ലാം തിന്നോളും, അവനിത് ഭയങ്കര ഇഷ്ടമായി പച്ചക്കറികൾ മൊത്തം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറികൾ എടുക്കുകയാണ്. അതിനുശേഷം ഫ്രിഡ്ജ് തുറന്ന് എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് അതെല്ലാം കവറിനകത്തോട്ട് ആക്കുക. അപ്പോൾ അലീന ചോദിക്കണം, ഓഹോ ഇതും ആടിന് കൊടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇത് ആടിന് കൊടുക്കാനല്ല, ഇത് എൻ്റെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കാനാണ് എന്ന് പറയുക. അപ്പോൾ അലീന ജോസേട്ടനോട്, എന്താ ജോസേട്ടാ ഇവിടുത്തെ പട്ടികൾ ഇത് കഴിക്കില്ല? അയ്യോ ഇവിടുത്തെ പട്ടികൾ ഇതൊന്നും കഴിക്കില്ല കുഞ്ഞെ, ഇവിടുത്തെ പട്ടികൾക്കൊക്കെ നല്ല നല്ല സ്പെഷ്യൽ ഫുഡുകളല്ലേ, അത് മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഈ വേലക്കാരി അവിടെ ഇരിക്കണം മിക്ക സാധനങ്ങളും ഈ കവറിനകത്തോട്ടാക്കി കൊണ്ടുപോവാ. ജോസേട്ടാ എങ്കിൽ പിന്നെ ഞാൻ പോവാണ്ട് ജോസേട്ടാ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ, ജോസേട്ടാ ഇത് ചെയ്യുന്നത് ശരിയാണോ? എന്ത് ശരി? എന്നെ കുഞ്ഞ് പഠിപ്പിക്കാനെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൊള്ളാലോ, അത് നല്ല ഏർപ്പാടാണല്ലോ. ഇവിടെ വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര അധിക ചിലവാകുമല്ലോ. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ ഉള്ളവർക്കെല്ലാം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിനുശേഷം ബാക്കി വരുന്ന മിച്ചങ്ങളാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് ആടിനും പട്ടിക്കും കൊടുക്കാൻ വേണ്ടിയാ, അല്ലാതെ ഇവിടെ ഉള്ളവർ ഈ ഭക്ഷണം വല്ലതും കഴിക്കാൻ പോകുന്നുണ്ടോ? അല്ല, ഇവിടെ ജോലിക്കാർക്ക് കഴിക്കാമല്ലോ. ജോലിക്കാർക്ക് എന്തോരം കഴിക്കാൻ പോകുന്നു. ഈ പഴകിയ സാധനം ജോലിക്കാർ കഴിക്കുമോ? അങ്ങനെ ജോലിക്കാർ കഴിക്കുകയൊന്നുമില്ല കുഞ്ഞെ, ഈ അടുക്കളയിൽ ഞാനാണ് ഭരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കുഞ്ഞ് കയറി ഭരിക്കാനായിട്ട് വരണ്ട എന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ അലീന കൂടുതൽ നമ്മുടെ സംസാരിക്കാനായിട്ട് പോയില്ല. അങ്ങനെ അലീന അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുട്ടിച്ചായനെയാണ്. അപ്പോൾ കുട്ടിച്ചായൻ്റെ മകൻ വിളിക്കാം. അപ്പോൾ മകൻ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അപ്പച്ചാ ഇത് അപ്പച്ചനത് എവിടെയാണ് അപ്പച്ചാ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ ജോസേ ഞാനേ സ്റ്റാലിൻ്റെ വീട്ടിലാടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് മനസ്സിലായി. ഇതെന്താ എത്ര നാളായി പോയിട്ട്, എത്ര ദിവസമായി പോയിട്ട്, അപ്പച്ചനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലേ? എടാ അതെ, ചില കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി വരാനുണ്ടെന്നേ. എന്തോ തീർപ്പാക്കി വരാനുള്ളത്? അപ്പച്ചനിത് എന്തൊക്കെയാണ് പറയുന്നത് അപ്പച്ച? എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ അതൊക്കെ മനസ്സിലാകും, ഇവിടെ ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമേ. ആ പെണ്ണ് ഇതുവരെ പോയില്ല അപ്പച്ച. അങ്ങനെയൊന്നും പോവില്ല, അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. അപ്പച്ചൻ പറഞ്ഞിട്ട് പോലും ആ പെണ്ണ് പോയില്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതേന്നേ, ഞാൻ പറഞ്ഞിട്ട് പോലും ആ പെണ്ണ് പോയിട്ടില്ല. അതെന്താ അപ്പച്ച? അപ്പം കടുംപിടുത്തം പിടിച്ച് അവിടെ നിൽക്കുകയാണോ? കടുംപിടുത്തം പിടിച്ച് നിൽക്കുക തന്നെയാണ്. എങ്കിൽ പിന്നെ അപ്പച്ച ഞാൻ അങ്ങോട്ട് വരട്ടെ ആൾക്കാരെയും കൂട്ടിയിട്ട്, അവളെ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ വേണ്ട, നീ ഇങ്ങോട്ട് വന്നാലൊന്നും ശരിയാവില്ല. നീയല്ല ആര് പറഞ്ഞാലും ശരി, അവൾ ഇവിടെ നിന്ന് പോകില്ല. അതെന്താ അപ്പച്ച അങ്ങനെ പറയുന്നത്? എടാ അതെ, ലാലിച്ചാൻ്റെ മോള് തന്നെയാടാ. എവിടെന്നോ കയറി വന്നവള് ലാലിച്ചാൻ്റെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിന്നാൽ ശരിയാവോ അപ്പച്ച? കുടുംബത്തിന് മുഴുവനും നാണക്കേടല്ലേ? ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കാൻ? അത് ലാലിച്ചിൻ്റെ മകൾ തന്നെയാ. അത് അപ്പച്ചൻ എന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പാടാ. എന്ത് നെറ്റിയിൽ എന്താ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? അതേടാ, നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തന്നെ നീ കരുതിക്കോ. എടാ അവള് ലാലിച്ചൻ്റെ മകളാണെന്നേനെ ഒരു ഇതും ഇല്ല, ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അവൾ ലാലിച്ചൻ്റെ മകൾ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പച്ച എന്തൊക്കെയാ അപ്പച്ചി പറഞ്ഞേടാ, ഞാൻ അവിടെ വന്നിട്ട് വിശദമായിട്ട് സകല കാര്യങ്ങളും പറയാം, നീ ഇനി ഇങ്ങോട്ട് എഴുന്നള്ളി വരേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞു മനസ്സിലായല്ലോ എന്നൊക്കെ പറയാം. അപ്പച്ച അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്, ഇവനെ കൊണ്ട് വലിയ ശല്യമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ് നമ്മുടെ
കുട്ടിച്ചായ ഇങ്ങനെ ഫോൺ കട്ടാക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും അലീന വളരെ ദുഃഖിച്ചിരിക്കുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി മോളെ, നീ എന്തിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്കിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അടുക്കളയിൽ നടക്കുന്നത് എന്താണെന്ന് വല്യപ്പച്ചന് വല്ല അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അടുക്കളയിൽ നടക്കുന്നത് പാചകം. ഓ കോമഡി. അതല്ല, അവിടെ വേറെ നടക്കുന്നത് അറിയാവോ? അവിടെ നടക്കുന്നത് ജോസല്ലേ നടക്കുന്നത്. എൻ്റെ വല്യപ്പച്ച, എനിക്ക് ചുമ്മാ കാലി വരുന്നുണ്ട്. വല്യപ്പച്ചൻ എന്തെങ്കിലും പൊട്ടം കളിക്കുകയാണോ, അല്ലെങ്കിൽ എന്നെ പൊട്ടിയാക്കാൻ നോക്കുകയാണോ? അയ്യോ അല്ല അല്ല, എന്താ അവിടെ നടക്കുന്നത്? അതെ, അവിടെ കുറേ പച്ചക്കറികൾ വേസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുക. ഇഷ്ടം പോലെ. അതെല്ലാം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇന്നലത്തെ പച്ചക്കറിയാണ്, അത് ഇന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മീൻ വെട്ടുന്ന സീൻ കാണുമായിരുന്നു. മീൻ്റെ തലയും ദേശീയം കൂടി ഒരുമിച്ച് കളയുന്നു, വാലും ദേശീയം കൂടി ഒരുമിച്ച് കളയുന്നു. എന്തോരം വേസ്റ്റ് അത് പോയെന്നറിയാവോ? എന്നിട്ട് ഈ വേസ്റ്റിൽ അവർ കളയല്ലേ ചെയ്യുന്നത്, ഇതെല്ലാം ഇവിടെ വരുന്ന ജോലിക്കാരിയില്ലേ, ആ ജോലിക്കാരിയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ജോലിക്കാരി ഇതെല്ലാം കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ അതുമാത്രമാണോ, ഭക്ഷണ സാധനങ്ങൾ എന്തോരോ കൊടുത്തു വിടരുന്ന് അറിയാമോ വല്യപ്പച്ച? മോളെ, അതൊക്കെ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, അതൊന്നും മോള് കാര്യമൊക്കെ നിൽക്കണ്ട. കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് നടന്നാൽ മതി. എങ്ങനെയാ അപ്പച്ച? അങ്ങനെ എനിക്ക് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും വെച്ച് നടക്കാനായിട്ട് കഴിയില്ല വല്യപ്പച്ച. കാരണം എനിക്കറിയാം ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന്. ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനെ കുറിച്ച്. അതുകൊണ്ട് എനിക്കതൊന്നും വേസ്റ്റ് ആക്കാനായിട്ട് കഴിയില്ല. ഇവിടെയുള്ള ജോലിക്കാർക്ക് അതൊക്കെ കഴിക്കാമല്ലോ. അതൊക്കെ കഴിക്കുന്നുണ്ട് മോളെ. എവിടെ കഴിക്കുന്നുണ്ടെന്ന്? ഒന്നും കഴിക്കുന്നില്ല വല്യപ്പച്ച. അതൊക്കെ അയാൾ നുണയാ പറയുന്നത്. ഞാനവിടെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴേ എന്നിട്ട് അങ്ങോട്ട് ഭരിപ്പിക്കുക. ഞാനവിടെ ഒന്നും അല്ലാത്ത രീതിയിലാണ് അവർ കിടന്ന് പെരുമാറുന്നത്. മോളെ, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് കിട്ടാനുള്ള ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഇല്ല വല്യപ്പച്ച, എനിക്കതൊന്നും സഹിച്ച് നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ വല്യപ്പച്ച. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. ഞാനേ അനാഥാലയത്തിൽ വളർന്നതുകൊണ്ട് എനിക്കിതിൻ്റെ വിലയൊക്കെ നന്നായിട്ട് അറിയാം. മോളെ നിർത്ത്. നീ എന്തിനാ മോളെ എപ്പോഴും ഈ അനാഥാലയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വളരെ മോശമായ കാര്യമല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മലയുടെ കണ്ണു നിറയണ. വല്യപ്പച്ചൻ എന്താ പറഞ്ഞത്? അനാഥാലയം എന്ന് പറയുന്നത് വല്യപ്പച്ചന് മോശമായിരിക്കും. പക്ഷേ ജനിച്ച നാള് മുതൽ ഞാൻ അവിടെയാ വല്യപ്പച്ച വളർന്നത്. അവിടുത്തെ ഭക്ഷണവും ഞാൻ കഴിച്ചത്. അവർ തരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇട്ടത്. അങ്ങനെ അലീനയ്ക്ക് അത് മറക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ അലീന മറക്കണമെങ്കിലേ അലീന മരിക്കണം മോളെ. അതല്ല ഞാൻ പറഞ്ഞത്. മോളതൊക്കെ ഓർത്തോ. പക്ഷേ ഇവിടത്തെ ജോലിക്കാരോടൊക്കെ ഞാൻ അനാഥാലയത്തിൽ വളർന്നാണ് എന്നൊക്കെ പറഞ്ഞടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരൊക്കെ മോളെ വില കുറച്ചേ കാണുള്ളൂ. ഇല്ല വല്യപ്പച്ച, അവരെന്നെ വില കുറച്ച് കണ്ട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എന്നെക്കാളും വില കുറവല്ല വല്യപ്പച്ച അവർക്കുള്ളത്. അവര് ഈ വീട്ടിൽ കാണിച്ചു കൂടുന്ന കള്ളത്തരമൊക്കെ വല്യപ്പച്ചന് ഇപ്പം ഞാൻ മനസ്സിലാക്കി തന്നാണല്ലോ. അപ്പം എൻ്റെ മുന്നിൽ ഏറ്റവും വില കുറച്ച് നിൽക്കുന്നത് ആരാ വല്യപ്പച്ച? അവർ തന്നെയല്ലേ വല്യപ്പച്ച എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അതേ വല്യപ്പച്ച, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരു കള്ളത്തരങ്ങളും നടക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ശരി, മോൾ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അവരെന്താന്ന് വെച്ച് ചെയ്യണത് മോൾ നോക്കിന്ന് എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചോ എന്ന് നമ്മുടെ വല്യപ്പച്ചനും അലീനയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുക്കാം. അപ്പോൾ ശരി, ഞാൻ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തോളാം. അങ്ങനെ വീണ്ടും ജോസിനെ കാണിക്കുകയാണ്. അപ്പോൾ ജോസിൻ്റെ കൂടെ വേറൊരു ജോലിക്കാരനും കൂടി ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അലീന വരിക. അപ്പോൾ അലീന വന്നു കഴിഞ്ഞപ്പോഴേക്കും അലീന കുഞ്ഞ് വരുന്നുണ്ടല്ലോ എന്ന് പറയാം. ഇയാൾ വലിയ മൈൻഡിൽ വെച്ചില്ല, ഭയങ്കര അഹങ്കാരി എന്ന രീതിയിലാണ് അയാളോടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ വീണ്ടും പതിവ് പോലെ തന്നെ ആ പച്ചക്കറികളും കുറേ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതും വേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ കുഞ്ഞെ, ഇതും വേസ്റ്റ് തന്നെയാണ്. അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സഞ്ചിയിലെ ആ ഒരു ഇത് കുടഞ്ഞിടുക. അപ്പം വലിയൊരു 2 മീനവിടെ കിടക്കുന്നുണ്ട്. അപ്പം മീൻ കിടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ്, അല്ല ഈ മീൻ എത്ര കിലോ ഉണ്ട്? അത് പിന്നെ 2,800 എന്ന് പറയാം. ഇതിന് എത്ര രൂപ? 900 രൂപ. അത് ശരി. അപ്പോൾ ഇത് വെട്ടിക്കഴിയുമ്പോൾ എന്തോരം കിട്ടും? അപ്പോഴേക്കും ജോസേട്ടൻ പറയാണ്, അത് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 കിലോ കിട്ടും. അത് ശരി, 2,800 കിലോ ഉള്ള മീൻ വെട്ടിക്കഴിഞ്ഞാൽ 1 കിലോ കിട്ടുള്ളൂ അല്ലേ? അതെവിടത്തെ കണക്കാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടത്തെ കണക്കാണെന്ന്. നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? കൊച്ചെന്നെ കൂടുതൽ പഠിപ്പിക്കാനായിട്ട് വരാൻ നിൽക്കരുത് കൊച്ചേ. പഠിപ്പിക്കാനായിട്ട് വന്നാൽ
ഞാനിവിടുത്തെ ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. ദേ സാറിൻ്റെ മകളൊക്കെ തന്നെയാണ് എന്ന് വിചാരിച്ച് അടുക്കള കാര്യത്തിൽ ഇടപെടാനൊന്നും നിൽക്കണ്ട. ഈ അടുക്കളക്കാര്യം നോക്കുന്നതേ അത് ഞാനാണ്. ഇവിടെ എന്ത് വേണം ഏത് വേണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് പോരല്ല ജോസേട്ടാ, ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം എന്നെ ഇത് ബോധിപ്പിച്ചേ മതിയാവുള്ളൂ. ജോസേട്ടൻ ഒരു കാര്യം ചെയ്യും. ജോസേട്ടനെ ഈ മീനൊന്ന് വെട്ടിയേ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ വേറെ ജോലിക്ക് പോവുകയാണ്. ഞാനൊന്നും വെട്ടേന്നുമില്ലെന്ന് പറയാം. ജോസേട്ടൻ വെട്ടുന്നോ? ദേ ഞാൻ പറയുന്നത് പോലെ ജോസേട്ടൻ കേൾക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ ജോസേട്ടൻ ഇവിടെ പിടിച്ചു നിൽക്കാനേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ അലീനെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞല്ലോ ഞാനതിന് സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ട് ജോസേട്ടൻ ഇതൊന്ന് ചെയ്തേ. അപ്പോൾ വേറെ ജോലിക്കാരൻ ചെയ്തു കൊടുക്കും ജോസേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ജോസ് മീനെടുത്തൊന്ന് കഴുകിയിട്ട് വെട്ടുക. ഈ തല വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാംസത്തിൻ്റെ കുറേ ഭാഗം തലയിലുണ്ട്. അതങ്ങനെ വെട്ടുക. വാല് വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വാലിൻ്റെ അങ്ങേറ്റത്ത് വെട്ടാതെ കുറേ മാംസത്തോട് കൂടി തന്നെ വെട്ടുകയാണ്. ഇത് കണ്ട അലീന ഞെട്ടിപ്പോവാണ്. ഇതെന്താ, എങ്ങനെയാണോ മീൻ വെട്ടുന്നത്? അപ്പോൾ ഈ വാലും തലയിലൊക്കെ എന്തോരം മാംസമാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഈ തലയും വാലൊന്നും ഇവിടുത്തെ കേണൽ സാറിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതെല്ലാം മാറ്റിയത്. ആഹാ, കേണൽ സാറിന് ഇഷ്ടമല്ല. അപ്പോൾ ഈ വരുന്ന മാംസ കഷ്ണങ്ങളെല്ലാം ഇവിടെ വരുന്ന ചേച്ചി കവറിനാക്കിക്കൊണ്ട് പോകും. അതെ, കവറിനാക്കിക്കൊണ്ട് പോകും. അതെ, ഇനി ഇത് ഇവിടെ നടക്കില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ വേണം ഏത് വേണമെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നു കൊച്ചെ, എന്നെ ഭരിപ്പിക്കാനായിട്ട് നിൽക്കരുത്. കൊച്ച് ഇവിടെ വലിയ ആളൊക്കെ ആയിരിക്കും, പക്ഷേ എന്നെ ഭരിപ്പിക്കാൻ മാത്രം കൊച്ചു വളർന്നിട്ടില്ല. കൊച്ച് വേറെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ഇല്ലെങ്കിലോ ഇവിടെ ജോസേട്ടൻ്റെ വീടല്ലല്ലോ ഇത്. ജോസേട്ടൻ പണിത അടുക്കളയാണോ? ഇല്ലല്ലോ. ഇവിടെ ഞാൻ വിചാരിക്കണം ഇവിടെ എന്ത് നടക്കണം ഏത് നടക്കണമെന്ന്. അത് ഇനിയിപ്പോൾ ലാലിച്ചൻ മുതലാളി വന്ന് എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ അനുസരിക്കില്ല. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതേ ഇനി ഇവിടെ നടക്കത്തുള്ളൂ. കള്ളത്തരവും കപടങ്ങളും കാണിക്കാനായിട്ട് ഞാനിവിടെ സമ്മതിക്കത്തില്ല. ഒരു ഫുഡും വേസ്റ്റ് ആക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ലാലിച്ചൻ ഈ ജോസേട്ടൻ്റെ വീടാണെങ്കിൽ ഇത് നടക്കോ? ഇല്ലല്ലോ. ഇങ്ങനെ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ആരാൻ്റെ വീടാണല്ലേ? അവിടെ എന്ത് തോന്നിയാസവും കാണിക്കാം. ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇനി ആ തോന്നൽ വേണ്ട. എല്ലാം ചോദിക്കാനും പറയാനും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ അടുക്കളക്കാർ തന്നെയാണ്. ഇവിടെ എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഉണ്ടാവണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ജോസേട്ടൻ എന്നെ കൂടുതൽ ഭരിക്കാനായിട്ട് വരരുതെന്ന് ഇങ്ങനെ പറയാ. ഇത് കേട്ട ജോസ് ഒന്നിങ്ങനെ സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.